മിക്കവാറും ഒക്കെ സിനിമകളുടെ ആദ്യം നമുക്ക് കാണാം ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രമാണ് കേട്ടോ. ആർക്കെങ്കിലും ഇതുമായി എന്തെങ്കിലും സാമ്യം തോന്നുന്ന പക്ഷം അത് തികച്ചും യാദൃച്ഛികം മാത്രം എന്ന് എഴുതി വെക്കും. അത് ഏതാണ്ട് അന്വർത്ഥമാക്കി ആ വാചകങ്ങളെ കേട്ടോ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരു അബദ്ധം അവർ കാണിച്ചു പോയി. അതായത് എമ്പുരാൻ എന്നുള്ള പേരിൽ ഒരു സിനിമ എടുത്തു പോയി നമ്മുടെ പൃഥ്വിരാജ് അത് ഡയറക്റ്റ് ചെയ്തു പോയി. അതിന് തിരക്കഥ എഴുതിയതാണെന്നുണ്ടെങ്കിൽ ശ്രീ മുരളി ഗോപിയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ വലിയൊരു അപകടം കാണിച്ചു വന്നു കേട്ടോ. അതായത് ഇവരിങ്ങനെ അവരെ മനസ്സിലുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവർ ഈ ഒരു തിരക്കഥ ചമയ്ക്കുകയും അത് ഒരു നല്ല രീതിയിലൊരു സിനിമയായിട്ട് അത് ഈ സംവിധാനം ചെയ്യിച്ച് അതോടുകൂടി പോയി. അതിൽ വളരെ വലിയ മഹത്തുക്കളായിട്ടുള്ള നടീനടന്മാരൊക്കെയാണ് അതിൽ അഭിനയിച്ചേക്കുന്നത്. അതിൽ മോഹൻലാൽ ആണ് നമ്മുടെ ഒരു മഹാനടൻ തന്നെയാണ് അതിനകത്ത് ഒന്ന്. അതേപോലെ തന്നെ ഈ നടി ശ്രീമതി മഞ്ജു വാര്യർ തുടങ്ങിയ ആളുകളൊക്കെയാണ്, വലിയ അഭിനേതാക്കളും അഭിനേത്രികളും ഒക്കെയാണ് അതിൻ്റെ ഭാഗമാക്കായിട്ട് അഭിനയിച്ചേക്കുന്നത്. അതുപോലെ അതിൻ്റെ നിർമ്മാതാക്കളിൽ 2 പേരാണ്. ഒന്ന് ശ്രീ ഗോകുലം ഗോപാലൻ, മറ്റൊരാൾ നമ്മുടെ മോഹൻലാലിനോട് എപ്പോഴും ഒപ്പമുള്ള ആൻ്റണി പെരുമ്പാവൂർ. അപ്പോൾ ഇവർ ഇത് നിർമ്മിച്ചു, ഈ ചിത്രം നിർമ്മിച്ചു. ഈ ചിത്രം പലരുടെയും കണ്ണിൽ കരടായിട്ട് മാറി, പലരുടെയും നല്ല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കണ്ണിൽ കരടായിട്ടങ്ങ് മാറി. കാരണം അതിനകത്ത് ഏതോ കുറേ രംഗങ്ങളൊക്കെ കാണിച്ചു. ആ മുഴുവൻ രംഗങ്ങളും അതിൽ കാണിച്ചിട്ടില്ല. കുറച്ച് ഭാഗമായിട്ട് കാണിച്ചിട്ട് ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ കാണിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനമാണ്. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിഞ്ഞില്ല. പക്ഷെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നതോടുകൂടി വലിയ പ്രശ്നം ആവുമെന്നുണ്ടെങ്കിൽ എത്ര സിനിമകൾ വരും? അപ്പോൾ സിനിമകളാണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി അതായിക്കോട്ടെ, അത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു പ്രചരണമായിട്ട് ഞാൻ ഒരു കാരണവശാലും ഇതിനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ അഭിനയിച്ചേക്കുന്നവരും ഇതിൻ്റെ പുറകിലുള്ളവർ ഇവരെല്ലാം ഹിന്ദുക്കളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. പൃഥ്വിരാജ് ശ്രീ സുകുമാരൻ്റെ മകനാണ്, ശ്രീമതി വല്ലികയുടെ മകനാണ്. അതേപോലെ തന്നെ ശ്രീ മുരളി ഗോപി കേരളം കണ്ടിട്ടുള്ള, നമ്മുടെ മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായിരുന്ന കേട്ടോ ശ്രീ ഗോപിയുടെ മകനാണ്. അത് മുസ്ലിമായിട്ട് ആണെന്ന് എനിക്കറിയത്തില്ല, ഇവരാരും മുസ്ലിങ്ങളായിട്ട് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ശ്രീ മോഹൻലാൽ, അദ്ദേഹം എൻ്റെ അറിവ് മുസ്ലിമല്ല. പിന്നെ മഞ്ജു വാര്യർ മുസ്ലിമല്ല കേട്ടോ, വാര്യരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളാണ് ബാക്കിയുള്ളവരെല്ലാം. ഇതിനകത്ത് ഇനി ഈ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിന് നിർമ്മാതാക്കളെ നോക്കിയോളൂ. ശ്രീ ഗോകുലം ഗോപാലൻ, അദ്ദേഹം SNDPയുടെ ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ ഒരു വലിയ വ്യവസായിയുമാണ്. അതേപോലെ ആൻ്റണി പെരുമ്പാവൂർ ഏതായാലും മുസ്ലിമല്ല, ശ്രീ ഗോകുലം ഗോപാലൻ മുസ്ലിമല്ല. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അവർ മനസ്സിലാക്കിയേക്കുന്ന രീതിയിലുള്ള ഒരു കഥാതന്തു അവരുപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ കാണിച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ യഥാർത്ഥ സംഭവങ്ങളാണെന്ന് ആ സിനിമയിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം യഥാർത്ഥ സംഭവങ്ങളാണെങ്കിൽ യഥാർത്ഥ സംഭവങ്ങൾ തന്നെ കാണണം. ഇതിപ്പോൾ യഥാർത്ഥ സംഭവങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം അതിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ പലർക്കും പല പ്രവൃത്തികളും ചെയ്യാം, പക്ഷെ അത് പറയാൻ പാടില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരാൾക്ക് മോഷ്ടിക്കാം, ഒരു കുഴപ്പമില്ല, നല്ല മോഷണം നടത്തിക്കൊണ്ടിരിക്കുക, പക്ഷേ അവനെ കള്ളനെന്ന് വിളിക്കാൻ പാടില്ല. ഒരാൾക്ക് കൊലപാതകം നടത്താം, പക്ഷെ അയാളെ കൊലപാതകി അല്ലെ കൊലയാളി എന്ന് വിളിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇനി അതെന്തായാലും പോയിക്കോട്ടെ. ഏതായാലും ഇതൊരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കി തീർത്തു ഈ സിനിമ. ഈ സമൂഹത്തിൽ കുറേ ആളുകൾ, അതായത് ഹിന്ദു മുന്നണിയുടെയൊക്കെ പ്രവർത്തകർ ഇതിനകത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഹിന്ദുക്കൾക്കെതിരെ ഉള്ളതാണ്. ഹിന്ദു എതിരെയാവുന്നേ ഇതുപോലുള്ള ഒരുപാട് സിനിമകളില്ലേ? ഇപ്പോൾ ഏതാണ്ട് കേരള സ്റ്റോറി, അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് പറഞ്ഞാൽ വേളം ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് എന്താ കേരള സ്റ്റോറി വന്നില്ലേ? പിന്നെ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്നത്, അതും ഇതിൻ്റെയൊക്കെ
ഇതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കാൻ എന്തിനും നടക്കുന്നു? അത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് ഓരോരുത്തർ പറയുന്നു. ഞാൻ പറയാറില്ല, എനിക്കറിഞ്ഞൂടാ, കാരണം ഞാനത് കണ്ടിട്ടില്ല. ഇനി ആണെങ്കിൽ അങ്ങ് സഹിച്ചോണം, അത്രയേ ഉള്ളൂ. കാരണം ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇത് യഥാർത്ഥ സംഭവമാണ് എന്ന് പറഞ്ഞ് അതിനകത്ത് കൊടുത്താൽ, ഇന്നടത്ത് സംഭവിച്ചേക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന് ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റുള്ളൂ, അതിന് ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ അതൊരു കഥയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം എടുക്കാൻ. അതൊരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള കാഴ്ചപ്പാടിലെടുക്കണം. ഇനി അത് ഈ സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് ഈ സിനിമയിൽ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. സബ്ജക്റ്റ് കറക്ഷനാണ് ഞാൻ പറയുന്നത്. ഇത് യഥാർത്ഥ സംഭവമാണെന്ന് അത് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം യഥാർത്ഥ സംഭവമാണെന്ന് അവർ തെളിയിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി എന്താ, ഇതങ്ങോട്ട് മുതലെടുത്തു വന്നു, പ്രശ്നമായി. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ശ്രീ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡാണ്, EDയുടെ റെയ്ഡ്. തികച്ചും യാദൃച്ഛികം മാത്രം. നിങ്ങൾക്ക് വല്ല സംശയം തോന്നുമെങ്കിൽ അത് നിങ്ങളുടെ സംശയം മാത്രമാണ്, തികച്ചും യാദൃച്ഛികം മാത്രം. ഇനി അപ്പം നോക്കിയാൽ എന്താ, അത് 2018 എങ്ങാണ്ടൊക്കെ അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട് പണ്ട് ഇതുപോലെ. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അപ്പോൾ ഈ വ്യവസായത്തിൽ പ്രത്യേകിച്ച് ചിട്ടിയാണ് അദ്ദേഹത്തിന്, വലിയ ചിട്ടികളാണ് നടത്തുന്നത്. ഞാൻ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഇനി മാത്രമല്ല, ഇതിനകത്തൊരു ചിട്ടിയിലെങ്കിലും ചേർന്ന് പോയിരുന്നെങ്കിൽ ഇപ്പോൾ EDയുടെ റെയ്ഡ് എനിക്കും വരും. പിന്നെ എന്നെ ഇവിടെ റെയ്ഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വല്ലതും തന്നിട്ട് പോകുന്നതല്ലാതെ അവർക്കൊന്നും കൊണ്ടുപോകാൻ കാണത്തില്ല. അങ്ങനെ ഗുണമുണ്ട്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമേ അല്ല. പിന്നെ ഇൻകം ടാക്സ് ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അത് അതുപോലെ കൊടുക്കുന്നത്. ഞാൻ ശാല അധികം ടാക്സ് മുമ്പ് വരെ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് എന്നെ ഇവർക്ക് ആർക്കും ഒന്നിനും പിടിക്കാൻ പറ്റത്തില്ല, പിടിക്കാനില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല. ഉള്ള വരുമാനം ഇതൊക്കെയാണ്. അത് ആ വരുമാനം എന്ന് പറയുന്നത് പെൻഷനാണ്, വേറെ ഒന്നുമില്ല. പിന്നെ വല്ലതും തെറ്റിയും തെറിച്ചും അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ബാങ്ക് വഴി വരും, അതിന് ടാക്സും കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ശ്രീ ഗോകുലം ഗോപാലിനെ പണ്ടെങ്ങാണ്ട് ഇത് ഫെമ വയലേഷൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ, ഇതുപോലെ എക്കണോമിക് വയലേഷൻ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇത് നടത്തിയെന്നും അവിടുന്ന് എത്രയോ കോടികളുടെ ഏതാണ്ടൊക്കെ കണ്ടെടുത്തെന്നും ഒക്കെ പറഞ്ഞു. 1.5 കോടി രൂപ അവിടുന്ന് രൂപയായിട്ട് ക്യാഷായിട്ട് എടുത്തുകൊണ്ട് പോയി ED എന്നൊക്കെ പറഞ്ഞുള്ള അടയാളത്തിൽ ആ എഴുതി ആ നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചേക്കുന്നത് കണ്ടു. ശ്രീ ഗോകുലം ഗോപാലിനെ പോലെ ഇത്രയും വലിയ ഒരു വ്യവസായിയുടെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല ഒരു ദിവസത്തെ കളക്ഷനൊക്കെ അവിടെ. അതൊന്നുമല്ല, അതൊക്കെ അതിൽ കൂടുതൽ വരും. അത് കണക്കിൽപ്പെടാത്തോ പെട്ടില്ലയോ എന്നുള്ളത് അതാ ദിവസങ്ങളിൽ വൈകുന്നേരം കണക്ക് കൂട്ടി അവിടെ ഡേ ബുക്കും ലെഡ്ജറുകൾക്ക് തയ്യാറാക്കി കഴിയുമ്പോൾ അതറിയാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് യാദൃച്ഛികം മാത്രം. ഇനി അടുത്തത്, ശ്രീ പൃഥ്വിരാജിനെതിരെ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കേട്ടോ. ഇന്ന സിനിമകളുടെയൊക്കെ കണക്ക് തന്നിട്ടില്ല. ഇതൊക്കെ ഓർമ്മ വരുന്ന എപ്പോഴെന്നറിയാം, ഏതാണ്ട് ഗോൾഡോ, അദ്ദേഹം അഭിനയിച്ചേക്കുന്ന ഗോൾഡ്, അല്ലാതെ ലൂസിഫർ തുടങ്ങിയുള്ള ആ സിനിമകളുടെയൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ലൂസിഫർ. ഇതൊക്കെ ഇതിൻ്റെ എല്ലാം കണക്ക് അതിനകത്തെങ്ങാണ്ട് ഏതാണ്ടൊക്കെ പണം കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഇൻകം ടാക്സുകാർ അതിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല. കണക്ക് ഇന്നതുപോലെ വന്നേക്കുന്നു, അക്കൗണ്ടിൽ ഇത്ര പണം വന്നു, പണം വാങ്ങാതെ അഭിനയിച്ച സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസുണ്ട്. ഏതായാലും അപ്പം ഇതുണ്ടല്ലോ, ഈ എമ്പുരാൻ്റെ ഈ പ്രശ്നത്തിന് ശേഷമാണ്. ഇതും തികച്ചും യാദൃശ്ചികം മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട്, ഇത് സാങ്കല്പികമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് യാദൃച്ഛികം മാത്രം കേട്ടോ. ഇനി അടുത്തത്, ഇപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതേ ഉള്ളൂ ശ്രീ ആന്റണി പെരുമ്പാവൂരിന് എന്താ വരാതെന്ന്. വന്നിട്ടുണ്ട് നോട്ടീസ് ഇൻകം ടാക്സിൻ്റെ കേട്ടോ. ഇന്ന ചിത്രങ്ങളിൽ അതിൻ്റെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ പറഞ്ഞില്ലേ, തികച്ചും യാദൃച്ഛികം മാത്രം, അല്ലാതെ അത് കാര്യമൊന്നുമില്ല. ഇനി ശ്രീ മോഹൻലാലിന് കിട്ടുമെന്ന് തോന്നുന്നില്ല നോട്ടീസ്. അത് പ്രത്യേകിച്ച് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നോക്കിയിരുന്നോണം. ഇനി എപ്പോഴാണ് മഞ്ജു വാര്യരും ശ്രീ മോഹൻലാലും ഒക്കെ ഒന്ന് നോക്കിയിരിക്കുക. നിങ്ങൾക്കെതിരെ എപ്പോൾ വേണമെങ്കിലും റെയ്ഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ നോട്ടീസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വരാം. അതൊക്കെ വന്നാലും എമ്പുരാൻ്റെ അല്ല കേട്ടോ, തികച്ചും യാദൃച്ഛികം മാത്രം. ഈ യാദൃച്ഛികമായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് ഇപ്പോൾ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഈ ED പോലുള്ള ഈ പ്രസ്ഥാനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവരൊരു 3-4 പേരെയാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. 1 CBI, 2 ഈ ED,
3 NIA, 4 ഇൻകം ടാക്സ്. ഈ 4 മെഷീനറിയും ഇവർ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഓരോരുത്തരുടെ പേരിലും വിരോധം തീർക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ED പോലുള്ള മെഷീനറി നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളിങ്ങനെ ചട്ടുകമായിട്ട് നിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണോ, ഈ രീതിയിലാണോ പ്രവർത്തിക്കേണ്ടതെന്ന് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ ഇല്ലാതാകുകയാണ്. ഓരോന്നിലും നിങ്ങൾ ആക്ഷേപിക്കപ്പെടുകയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം.